ഹലോ ഗായ്സ്, ഇടാണ് ഈ മുണ്ട കൊടുത്തിരിക്കുന്ന ആ കൊച്ചേട്ടനൊന്ന് ഇറക്കിട്ടെ. നമ്മളെത്തി നടക്കാടക്കായി, പിടിച്ച് നടക്കാടക്കായി. കൊച്ചേട്ടനെ മുണ്ടൊക്കെ നേരെ ഉടുക്ക്, സെൻസർ അടിക്കും. അടിപൊളി. മുണ്ട് താഴെ പോയി. തക്കോട് എടുക്കണ്ടപ്പാ. ഇച്ചിരി താത്തുവേ കൊടുത്തുകൂടെ അങ്ങോട്ട്. നമ്മൾ ലാലേട്ടൻ നടസിംഹത്തിലെ ലാലേട്ടൻ നാടകി കൊടുക്കും ഇങ്ങോട്ട്. അത്രേ ഉള്ളൂ. ഇനി വാ, വിട്ടോ വാ, നടന്നു വാ. ഞങ്ങളുടെ കുഞ്ഞിക്കാല് പിച്ച വെച്ച് കുഞ്ഞിക്കാല് പിച്ച വെച്ചില്ലേ. ഇന്ന കണ്ടുപിടിച്ച എങ്ങനെ നടക്കുന്നേ? അവിടെ എടീന്നാണോ വിളിക്കുന്നത്? അച്ഛയെന്നാ എനിക്ക് കേൾക്കുന്നത്. മുദ്രയുടെ കോസ്റ്റ്യൂം അടിപൊളിയാട്ടാ, രക്ഷയില്ല, സൂപ്പർ. അച്ഛനെയും മോനെ ഷോ കഴിയുമ്പോൾ മാറുന്നില്ലേ? അച്ഛൻ്റെ അമ്മോന്റെ ഷോയുടെ അത്രയൊന്നും അടുപ്പ് വരത്തില്ല, പക്ഷെ എന്നാലും ഡ്രസ്സ് കൊള്ളാം, നല്ല രസമുണ്ട്. അമ്പൂട്ടിന് പാസ്പോർട്ട് വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈ ഇപ്പോഴും ചെയ്യില്ല, എന്നാലും ചെയ്യണം ഫ്യൂച്ചറിൽ. പാസ്പോർട്ട് വന്നു, ഇപ്പൊ വന്നതേ ഉള്ളൂ ഫ്രഷ് ആയിട്ട്. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം മൃദുലേ. അങ്ങനെ ഫൈനലി പാസ്പോർട്ട് വന്നിരിക്കണം. അമ്പൂ പിടിച്ചോ, എന്നാ പാസ്പോർട്ട് പിടിച്ചോ, അൺബോക്സ് ചെയ്. പിടി. നിങ്ങളെ പാസ്വേർഡാ? പാസ്പോർട്ടാ. എനിക്കൊക്കെ 25-ാമത്തെ വയസ്സിലാ പാസ്പോർട്ട് വന്നത്. മോനെ അടിപൊളി കേട്ടോ. പ്രവീൺ ദർശിത്, തിരുവനന്തപുരം. അമ്മയുടെ പേരില്ല, മദർ ഓഫ് മൃദുല മുരുകൻ. ഫോൺ പിടിച്ച് എവിടെ ഒറ്റക്കാലിരിക്കുന്നത് നോക്ക്. ഇന്ന് എന്തിന്റെ ഷൂട്ടായിരുന്നു നമുക്ക്? ഒരു സ്മാർട്ട് ബസാറിന്റെ നമ്മുടെ റിലയൻസിന്റെ നമ്മള് പട്ടം പോകാൻ വേണ്ടി പോവാ. അതിന്റെ കോസ്റ്റ്യൂം ആയിരുന്നു. എനിക്ക് നല്ലൊരു മുണ്ട് വാങ്ങണം. ഇത് നല്ല മുണ്ടാ, എന്നാലും സ്റ്റിക്കർ മുണ്ട് വാങ്ങണം. എടുത്താകും വേണം, ഇല്ലാണ്ട് വ്ലോഗ് എടുക്കാൻ പറ്റത്തില്ല. അമ്പൂട്ടും പടാൻ പോ, അമ്പൂനെ വ്ലോഗ് എടുക്കണേ പോ. ചിന്തടി പടാ പട മേലോട്ടൊക്കെ അടേ ആകാശോ. ചിടിക്കടമുണ്ടൊക്കെ നിങ്ങടെ ചിടിക്കടമുണ്ട്. പാസ്പോർട്ട് വന്നതിന് ജാടയൊന്നും കാണിക്കണ്ടേ? അതെ, പാസ്പോർട്ട് കാരൻ. നമ്മുടെ പാസ്പോർട്ട് ഇതുവരെ പതിപ്പിച്ചിട്ടില്ല ഏട്ടാ, അവന്റെ കൂടെ ഒന്നിച്ച് പതിപ്പിക്കുക. 18 വയസ്സിൽ തന്നെ ലൈസൻസ് കൊടുത്ത് പാസ്പോർട്ട് രണ്ടും പേരെ 18 വയസ്സിൽ തന്നെ എടുത്ത്. നോക്ക് എന്റെ യോഗം നോക്ക്, എന്റെ മോനുമായിട്ട് ഒന്നിച്ച് ഫ്ലൈ ചെയ്യാൻ എനിക്ക് യോഗം. ഇത്രയും കൊല്ലം ഞാൻ എടുത്തു വെച്ചിട്ട് അത് പതിപ്പിച്ചിട്ട് പോലും ഇല്ല. മോന്റെ കൂടെ മാത്രമോ പെണ്ണുപിള്ളേടെ കൂടെ? രണ്ടാമതോ അമ്മയ്ക്ക് ഇതുവരെ പാസ്പോർട്ട് ഇല്ല ഗൈസ്. നമുക്ക് അമ്മയ്ക്ക് ഒരു വട്ടം പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് കിട്ടത്തില്ലല്ലേ, പുതിയ അറിവാട്ടോ. ആദ്യം ഇപ്പൊ അവനെ ഇങ്ങ് വിട്. എടാ ആകാശം നോക്കണ കാക്കടാ, കാക്കി ചുന്ദൻ നല്ല. നീ അവിടെ ഇന്നല്ല ചുന്ദനൻ, ചുണ്ടടി. അമ്മക്ക് ഇച്ചിരി എഡിറ്റിംഗ് ഉണ്ടടാ. എവിടാ എന്തിനും ഇറങ്ങി കഴിവടി. വാട്ടർ ടാങ്ക് കണ്ട? ഉയ്യോ, ഞാൻ ഇന്ന് ചുമ്മാ തുറന്നു നോക്കിയതാ. നമ്മള് പ്യൂരിഫയറിലെ വെള്ളം കുടിക്കുന്നേ, എന്നാലും പറഞ്ഞിട്ട് വരണ്ട. പക്ഷെ നമ്മള് വർഷം ഒരു 6 മാസം കൂടുമ്പോ നമ്മള് ക്ലീൻ ചെയ്യണം വാട്ടർ ടാങ്ക്. ഞാൻ ഇന്നാൾക്ക് നോക്കിയപ്പോ കുഴപ്പമില്ലായിരുന്നു, അഴുക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു മഴയൊക്കെ ആയപ്പോ ഒരു കേറിയതായിരിക്കാം അല്ലേ?
അപ്പൊ ഇത് കാണുമ്പോ എനിക്ക് പണ്ട് വീട്ടില് ടാങ്ക് ഇറങ്ങി കഴുകുന്ന ഓർമ്മ. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പണിയിലായി കഴിഞ്ഞാൽ പിന്നെ എന്നെ ശല്യപ്പെടുത്തരുത് കേട്ടോ. ഉടുപ്പിടണോ? ഉടുപ്പൂരണോ? പിന്നെ എന്തോലും ദേഹത്ത് വെള്ളമാവും. പിന്നെ ഉടുപ്പൂടെ പണിലാക്കുന്ന എന്തിനാ? നിക്കർ ഊരി ഞാൻ താഴോട്ട് വീഡിയോ എടുക്കുന്നില്ല. എന്തുവാ മോനെ പൊക്കമുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവിടെ ഇരുന്ന് 2 കാലം അകത്തിട്ടിട്ട് ചാടും മോനെ. ഒരു കാലം അങ്ങനെ ഇരുന്നിട്ട് ചാടാനല്ലേ പറഞ്ഞ, നിന്ന് ചാടാൻ ആരെങ്കിലും പറഞ്ഞു? തടയത്തര ഒരു നിർവാഹവും ഇല്ല. കാരണം ഒരു കയ്യില് ഫോണും ഒരു കയ്യില് കുഞ്ഞു. അതെ, തുണിയൊന്നും എടുത്തില്ല. എന്ത് തുണി? എടി തുണി വേണം. നീ എത്ര ഈ പെണ്ണെ ഒരു 3 വട്ടം കയറി ഇറങ്ങുന്ന ബക്കറ്റ്, കപ്പ്, വിമ്മ് കഴുകാൻ, മോപ്പ് സാധനം. തുണി വേണോടാ. എടാ ഉരച്ചു കഴുകാനടാ ഇത് കൊണ്ടുതന്നത്. ഒരു ഗ്രഹനാഥനായ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളല്ലേ. ടാങ്ക് കഴുകണം. സ്ഥലമുണ്ടോ കേട്ടാ? ഓ ഇതെന്തിനാ അഴുക്കുള്ള എവിടെ തന്നെ എയർഹോൾ ഇതോ അതേ ഉള്ളൂ. ഞാൻ അവിടെ കൊണ്ട് ഒഴിച്ചിട്ട് വരാം. നീ താളം പിടാൻ ഒരു ജോലി ചെയ്യുമ്പോ കൂടെ നിക്കണം. ഇനി അത് കേട്ടുന്ന ബന്ധം. ഓ കണ്ട, ഒരു കയ്യില് കുഞ്ഞ്, ഒരു കയ്യില് ബക്കറ്റ്. നീ ജീവിക്കാൻ പഠിച്ചോളാടി. വാ വേഗമായിട്ട്. ഇനി മൊണ്ണെ വെള്ളം കുറയ്ക്കാൻ വേറൊരു വകുപ്പുണ്ട്. ഇവിടെ തുറന്നു വിട്ടാ മതി. ഞാൻ ഭയങ്കര അഴുക്കാട്ടോ. കണ്ടോ നല്ല അഴുക്കുണ്ട് കേട്ടോ. നമുക്കിപ്പോ അത് ഫുള്ള് ക്ലീൻ ആക്കി സെറ്റ് ആക്കണം. ഇവിടെ നല്ല ക്ലാവ് പൊടിച്ച്. പക്ഷെ ഞാൻ അന്ന് നോക്കിയപ്പോ ഇത്ര ഇല്ലായിരുന്നു. പെട്ടെന്ന് കയറി മഴയായോണ്ടേ ഓര് കയറി കാണും. അതാ സംഭവം. അവനവൻ ഇടുന്ന ഡ്രസ്സ്, അവനവൻ കഴിക്കുന്ന പാത്രം, അവനവൻ ഉള്ള വീട് ഇടയ്ക്കൊക്കെ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യാം. കാരണം നമുക്ക് അപ്പോഴും സാഹചര്യം ഇല്ലായിരുന്നു. നിനക്ക് പ്രഗ്നന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് വേറെ ചുമ്മാ ഡീപ് ക്ലീൻ നമുക്ക് ചെയ്യാം. കാരണം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തരൂല. എനിക്ക് എപ്പോഴും ഫാന്റെ മണ്ടയൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റൂലല്ലോ. നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ, പറ്റാത്ത പണിക്ക് മാത്രം ആൾക്കാരെ വിളിച്ചാൽ മതി. നല്ല ആടടം പണി സമയം. അമ്പലത്തിലെ പാട്ട് കേൾക്കണുണ്ട്. ഞാനും അമ്പൂട്ടനെ ഇവിടെ ഇരുന്ന് കളിച്ചുണ്ട്. അച്ഛൻ ജോലി അടിച്ചുണ്ട്. ഇല്ല അമ്പ്, ഇല്ല അമ്പ്, ഇല്ല എരി ചുണ്ടടി എന്നേലൊക്കെ പടയടി. എന്നേലൊക്കെ പടയടി അമ്മടി. രാത്രിയില് ഫ്ലാഷ് അടിച്ചു കൊടുത്താണ് ഗൈസ് പാവ ഇവിടുന്ന് പണിയെടുക്കുന്നത്. ഈ മഴയ്ക്ക് മുമ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ മഴ കഴിഞ്ഞ് വെള്ളം കലങ്ങിയപ്പോഴാണ് ഈ പ്രശ്നമായത്. കളിക്കുക. ഞങ്ങള് പോയി കട്ടിലേക്ക് കിടന്ന് കളയാ. പതിയെ ഇറങ്ങി പോണ. ഞാൻ വരണം കൊണ്ടാക്കാൻ. സമയം എത്ര ആയെന്നറിയോ ഗൈസ്? വിന്ന ചിക്കൻ ഡിന്നർ. ടാങ്ക് നോക്കട്ടെ ഗൈസ്. നല്ല ക്ലീനായി ഗൈസ്. അങ്ങനെ ടാങ്ക് ഒക്കെ കഴുകി വൃത്തിയാക്കി ജോലി ചെയ്ത് കുളിച്ചിട്ട് വരുമ്പോഴേ വിശന്ന് ഗൈസ്. അപ്പോഴത്തേക്കും എൻ്റെ പെണ്ണുമ്പുള്ള മിണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടോ സാൽമൺ. ആദ്യമായിട്ടാട്ടോ സാൽമൺ കഴിക്കുന്നേ. കൊള്ളാം, സാബുവും കൊള്ളാം. പക്ഷെ ഇത് 7 മിനിറ്റ് കുക്ക് ചെയ്തോളൂ കേട്ടോ. നമുക്ക് കാണും വിചാരിക്കുന്നത് വെന്തില്ല. കളറൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ആദ്യമായിട്ട് കഴിക്കും. പക്ഷെ ഈ ടേസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വേവാത്ത ഫീലോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇത് 7 മിനിറ്റ് കുക്ക് ചെയ്യാം. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ റബ്ബറി ആയി പോകും. പക്ഷേ ഇത് വേറെ ഒന്നും മസാല ഒന്നും ചേർക്കട്ടോ. ഉപ്പും കുരുമുളക് പൊടി മാത്രം. അത് മാത്രം മതി. വായിട്ടതിൽ അലുവ പോലെ അരിഞ്ഞു പോകും. നല്ല മീനാട്ടോ. ചിച്ചി കോസ്റ്റ്ലിയാ. പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ മുളക് ചട്നി, പിന്നെ മീൻകറി, അപ്പം എല്ലാം ഉണ്ട്. റൗണ്ട് ചെയ്ത് കഴിക്കാം. അമ്പൂട്ടനും സാൽമൺ കൊടുക്കുക. എങ്ങനെയുണ്ട് സാൽമൺ? ചാപ്പമോൻ ഉറങ്ങിയതായിരുന്നേ. പക്ഷെ ഇതിന്റെ കുക്കറിന്റെ ഫിസിലടി കേട്ടപ്പോ One finger, turn, 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 turn like a worm. Crawl, crawl, crawl.
two finger, turn, 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 turn like a bunny. Hop, hop, hop. Three finger, turn, 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 turn like a cat. Meow, meow, meow. Four finger, turn, 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 turn like a butterfly. Fly, fly, fly. Five finger, turn, 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 turn like a lion. ആ ലയൺ എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കുമ്പോ ഞാൻ വരെ സന്തോഷിക്കും. കേട്ട് കേട്ട് കാത് തഴമ്പിച്ച് ഈ റോ റോ റോ. ഞാനിപ്പോ ഈ 2 ഫിംഗർ ആവുമ്പോഴേ ഞാൻ ഓടി ഏതേലും മൂലം പോയി. ഇത് വാവാവോ വാവേ ഈ 2 ഫിംഗർ മടുത്ത് പിന്നെ റോൾ അങ്ങനെ കൊറേ സാധനം എന്നെ ബോറടിച്ചാണ് പാട്ട് കേട്ട് കേട്ട്. എന്തുകൂടെ പരിപാടി ഇവിടെ? കുറച്ച് അച്ചാറും അതുപോലെ തന്നെ ഒരു ഓണ ഹാമ്പർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നു. ഉപ്പിലിട്ടതുണ്ട്, പിന്നെ ഒരു മാല, കാരക്കയുണ്ട്, പിന്നെ നമ്മുടെ നെല്ലിക്കയുണ്ട് ഗൈസ്. ഇതാണ് എനിക്ക് വേണ്ട ചോറ് കഴിക്കാനുള്ള കാന്താരി അച്ചാറിൽ കാന്താരി ഉപ്പിലിട്ടത്. ഇതെന്തുവാന്ന് പൊടിച്ചാലേ അറിയാം. ഇതൊക്കെ അച്ചാറാണ്. ഇത് നാരങ്ങ ചാൻസ് ഉണ്ട്. ഇത് നാരങ്ങയല്ല കേട്ടോ. ഇതെന്ത് വേറെന്തോ ഐറ്റം. ഇതും വേറെന്തോ ഐറ്റം. പൊട്ടിച്ചിട്ട് തല വെക്കാൻ ഒരു പൂ ഉണ്ടായിരുന്നു, സാർ അടിച്ചു. പെടുത്ത് കണ്ട പെടുത്ത് ഇതിപ്പോ എല്ലാവരും പെടുപ്പല്ല എന്നോടും പെടുത്ത് വെച്ചേക്കുക. ഞാൻ എടുത്തതാ അവനെ. നമ്മൾ അത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോ നിരത്തിയിട്ട് ഞാൻ കാണിക്കാം. ഈ സാരി ഇതെല്ലാം നമ്മളിന്ന് വാങ്ങിച്ച സാധനം. ശർക്കര വരട്ടി എനിക്ക് ഊണിലും ഇരിക്കുമ്പോ ആദ്യമേ എടുത്ത് കഴിക്കും. കഴിച്ചോണ്ടിരിക്കും. ഇതിന് പ്രത്യേകത അതാ, കഴിച്ചു തുടങ്ങിയ കഴിച്ച് ഇത് കഴിച്ചോണ്ടിരിക്കും. ആ പ്രശ്നം. ഞാനൊന്ന് ഊരിയിട്ട് കഴിച്ചത്. എപ്പോ എടുത്തിട്ടാ പറ. ഇത്രയും നേരം നിന്നെ നോക്കിട്ടാ അയ്യേന്നാക്കിയത്. ഞെട്ടുന്ന എന്തൊരു സാധനം ഇവിടെ ഉള്ളത് ഇല്ലിടാൻ പോകും. നമ്മൾ ഞെട്ടാൻ വേണ്ടി എന്തോ ഉള്ളത്. കത്തി ഇത് നമുക്ക് കാറിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചത്. എവിടെയും പോകുമ്പോഴേ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അമ്പൂട്ടിനുകളെ നിക്കട് വാങ്ങിച്ചേ. 1 2 ഇത് ഉടുപ്പ് കെട്ടുന്ന പെമ്പിള്ളാർ പോലത്തെ ഉടുപ്പ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഇല്ലേ. പിന്നെ ഇത് എനിക്ക് വീട്ടിലില്ല. അത് കൊള്ളാടി. ഷർട്ട് നിനക്ക്. പിന്നെ ഒരു പാന്റ്, പൽവസ് പാന്റ്. ഇത് ഒരു കഫ്താൻ നൈറ്റി. ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചാണ്. അമ്മക്ക് ഒന്നുമില്ല, എനക്കുണ്ട്. അട്ടനൊന്നുമില്ല. ഇത് കണ്ടോ, തേങ്ങ തിരുമുന്നത്. ഇച്ചിരി തോരനൊക്കെ ഇച്ചിരി പോരെ. അപ്പൊ ഇങ്ങനെ തേങ്ങ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. മറ്റേ നമ്മള് തറയിൽ കുത്തിയിരുന്ന് തിരുമണ്ട, ജസ്റ്റ് മാന്തി ഇടാം. ഒരേപോലത്തെ ഇതിപ്പോ നിന്റെ ഷോപ്പിംഗ് ആയിരുന്നു സ്ലൈഡ് വരണമായിരുന്നു. ഞാൻ എത്ര വട്ടം ഞാൻ വിളിച്ചു നിന്നെ. പിന്നെ പെഞ്ചീപ്പ് ആവശ്യോ. അമ്പൂന് കാറ്, അമ്പൂന് 2 ട്രക്ക്. ഇത് കണ്ടപ്പോ നോക്ക് അലക്കണ്ട. പിന്നെ റൗണ്ട് അത് കയറ്റോ. അത് കൊള്ളാം. ഇത് ഞങ്ങളുടെ കളിപ്പാട്ട ഫോണ്. നമ്മള് പണ്ടിലെ ബബിള്. ഇത് ഭയങ്കര നൊക്ലാജിക് ഐറ്റം കേട്ടോ. ഇത് ഭയങ്കര നൊക്ലാജിക് ഐറ്റം കേട്ടോ. ഇതിനകത്ത് നമ്മള് ഇത് കളിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയാണേ. ഇങ്ങനെ അടിച്ചടിച്ചുണ്ടല്ലോ ഇതിനകത്ത് ഇങ്ങനെ കയറ്റണം ഈ വളയത്തി. പണ്ടൊക്കെ ഇത് എനിക്ക് ഓർമ്മയില്ല. എത്ര ക്ലാസ്സിലാണ്? 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെയാണ് തോന്നുന്നത് കളിച്ചിട്ടുള്ളത്. നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് കാണുമ്പോ എനിക്ക് അയ്യോ അടിപൊളിയാ. ഗ്ലാസ് ഇവിടെ ഇല്ലായിരുന്നില്ലേ?
ഉണ്ടായിരുന്നു മറ്റേ സ്വർണ്ണക്കടയിൽ എഴുത്തുള്ള ക്ലാസ്സുകളായിരുന്നു. അത് എല്ലാ വീട്ടിലും കുതിരയുടെ പടം ഉള്ളത് അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളത്. അത് പിടിയുള്ളില്ല, ഇത് പിടിയുണ്ട്. ഇത്ര ഐറ്റംസ് ആണ് വാങ്ങിച്ചു തരുന്നത്. അയ്യോ ഇത്ര ഐറ്റം വാങ്ങിച്ചു. എനിക്ക് ഒരു നിക്കറെങ്കിലും നീ വാങ്ങിച്ചില്ലല്ലോ. എനിക്കൊന്നും പറഞ്ഞു ഇത്ര വാങ്ങിച്ചോളൂ നമ്മ പറയുന്നത്. അയ്യോ ഞാനിപ്പോ ആലോചിച്ചത് നമ്മൾ രണ്ടുപേരും നടന്ന് പറക്കി ഇത്ര എടുത്തോളൂ. പക്ഷേ തോനെ എടുത്തോളൂ തോന്നില്ലേ? ഇത്ര എത്ര രൂപയായി എല്ലാം കൂടി? ഇത്രയും കൂടെ 4000 രൂപ. 4000 രൂപ. ഇത്രയും കൂടി 4000 രൂപയ്ക്ക് വർത്താണോ ഗൈസ്? നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. പിന്നെ ചെരുപ്പ് എത്ര ജോഡി ഡ്രസ് ഉണ്ട്, ചെരുപ്പൊക്കെ ഉണ്ട്, ഡ്രസ് ഉണ്ട്, പാത്രം സ്റ്റീൽ പാത്രം ഇല്ലേ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക 4000 രൂപയ്ക്ക് ഇത്രയും സാധനം വർത്താണോ? എന്നെ കൂട്ടല്ലേ? അയ്യേ അത് 4 പൈസക്ക് ഇല്ല. എണീറ്റ് പോ. ചിരിച്ചാ ഇന്ന് രാത്രി നിനക്ക് ഇങ്ങില്ല.